നമസ്കാരം. ചില ബ്രാൻഡ് നെയിംസിന് നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടിയെങ്കിൽ പോലും ആ പേരുകൊണ്ട് വലിയ ഗുണമൊന്നും കാണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ പേരിന് മേലെ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മോണോപോളി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയത്തില്ല. ട്രേഡ് മാർക്കിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് നെയിമോ ലോഗോ വാട്ടെവർ ഇറ്റ് ഈസ് അതിന് അത് നമുക്ക് മാത്രം യൂസ് ചെയ്യാനായിട്ടുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ്സ് നേടുക എന്നുള്ളതാണ്. പക്ഷേ ചില ബ്രാൻഡ് നെയിംസിനെ സംബന്ധിച്ചിടത്തോളം ഈവൻ രജിസ്ട്രേഷൻ കിട്ടിയെങ്കിൽ പോലും നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയില്ല. നിങ്ങൾ അത്തരത്തിലുള്ള ബ്രാൻഡ് നെയിംസ് ആണോ യൂസ് ചെയ്യുന്നത്? വീഡിയോ മുഴുവനായിട്ട് കാണുക. എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം കുറച്ചുകൂടി ഈസിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സപ്പോസ് നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഫ്രഷ് മിൽക്ക് എന്നാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്യുന്നത് ഡയറി പ്രൊഡക്ട്സ് ആണ്. ക്ലാസ് 29 ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഫ്രഷ് മിൽക്ക് എന്നാണ്. സാധാരണഗതിയിൽ ഫ്രഷ് മിൽക്ക് പോലെയുള്ള ബ്രാൻഡ് നെയിംസ് അതൊരു ജനറിക് നെയിമാണ്, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടേമാണ്. സോ ഇത്തരം പേരുകൾക്കൊന്നും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടത്തില്ല. ഇനി അഥവാ ചില കണ്ടീഷൻസ് എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ വാങ്ങി തന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞൊരു 10-30 വർഷമായിട്ട് ഈ ഒരു ബ്രാൻഡ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ലോഗോ ഉണ്ട്, ഒരു ഷേപ്പ് ഉണ്ട്. അത് ആ ഒരു ഷേപ്പിൽ മാത്രമാണ് നിങ്ങൾ ഈ ബ്രാൻഡ് ഇറക്കുന്നത്. സോ അങ്ങനെയുള്ള പല കേസസിലും നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻസ് എല്ലാം വെച്ചുകൊണ്ട് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ വാങ്ങിത്തരാനായിട്ട് കഴിയും. ഇനി അത്തരത്തിലൊരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. എങ്കിലും നിങ്ങൾക്ക് ആ പേരിൻ്റെ മേൽ ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ്സ്, ഒരു മോണോപോളി ക്ലെയിം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ട്രേഡ് മാർക്ക് നിയമത്തിലെ സെക്ഷൻ 9 ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ജനറിക് ആയിട്ടുള്ള ടേംസിന് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് കിട്ടത്തില്ല. ഇപ്പോൾ മറ്റൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഫ്രഷ് മിൽക്ക് എന്നാണ്, മറ്റൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഡയറി മിൽക്ക് എന്ന് പറയുന്ന പേരിൽ ഒരു ബ്രാൻഡ് ഇറക്കാം, അല്ലെങ്കിൽ പ്യുവർ ഫ്രഷ് മിൽക്ക് എന്ന് പറയുന്ന പേരിൽ ഒരു ബ്രാൻഡ് ഇറക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് അവർക്ക് പേരിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് അവർക്ക് ബ്രാൻഡ് ഇറക്കാനായിട്ട് കഴിയും. സോ നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് റൈറ്റ്സ്, ഒരു മോണോപോളി നിങ്ങളുടെ ബ്രാൻഡ് നെയിമിന് മേലെ ഇത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ്, ഒരു ജനറിക് ടേം ആണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഈവൻ രജിസ്ട്രേഷൻ കിട്ടിയെങ്കിൽ പോലും നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ കേസ്, നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഗ്രീൻ ലീഫ് നാച്ചുറൽസ് എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തത് ഒരു കോമ്പോസിറ്റ് മാർക്കായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലോഗോ ഉണ്ട്, ഈ പറയുന്ന പേരും. അപ്പോൾ ലോഗോയും പേരും ഒരുമിച്ചിട്ട് ഒറ്റ ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾ ഫയൽ ചെയ്തു. നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും കിട്ടി. മറ്റൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ലീഫ് ഓർഗാനിക്സ് എന്ന് പറയുന്ന പേരിലോ നാച്ചുറൽ ഗ്രീൻ കെയർ എന്ന് പറയുന്ന പേരിലോ ഇത്തരത്തിൽ പേരിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, ഒരു അഡീഷൻസോ ഡിലീഷൻസോ ഒക്കെ വരുത്തിക്കൊണ്ട് വേണമെങ്കിൽ അവർക്ക് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ട് രജിസ്ട്രേഷൻ വാങ്ങിയെടുക്കാനായിട്ട് കഴിയും. കാരണം എന്താ? കോമ്പോസിറ്റ് മാർക്ക് ലിമിറ്റേഷൻ. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് പേരും ലോഗോവും ഒരുമിച്ചിട്ടാണ്, ഒറ്റ ആപ്ലിക്കേഷനായിട്ടാണ്. ഇത്തരത്തിൽ ഒറ്റ ആപ്ലിക്കേഷനായിട്ട് പണം ലാഭിക്കാനായിട്ട് ഒറ്റ ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന വിഷയം ഇതാണ്. മറ്റൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ട് അവർക്കൊരു വേർഡ് മാർക്കായിട്ടോ അല്ലെങ്കിൽ വേറൊരു ലോഗോ വെച്ചുകൊണ്ട് ഒരു ഡിവൈസ് മാർക്കായിട്ടോ അവർക്ക് അപ്ലൈ ചെയ്ത് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും. അവർക്ക് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. സോ ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഒരു കോപ്പി കാറ്റ് ബ്രാൻഡ്സ് ഇറങ്ങാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈ ഒരു കേസിലും നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മൂന്നാമത്തെ കേസ്, നിങ്ങളുടെ പേര് രവി എന്നാണ്. നിങ്ങളൊരു ഷോപ്പ് ആരംഭിക്കുകയാണ്. ആ ഷോപ്പിന് നിങ്ങൾ പേരിടുന്നു രവി ട്രേഡേഴ്സ്. ആ പേരിൽ നിങ്ങൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തു. നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്തു. ഇനി മറ്റൊരു സ്ഥലത്തുള്ള മറ്റൊരു രവി ഇതേപോലെ ഒരു സ്ഥാപനം ആരംഭിക്കുകയാണ്. ആളുടെ സ്ഥാപനത്തിന് രവി എൻ്റർപ്രൈസസ് എന്ന് പേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ രവി എൻ്റർപ്രൈസസിനും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മറ്റേ രവി ഉണ്ടല്ലോ, ആ രവി ഒരു ബോണഫൈഡ് യൂസറായിട്ട് അവിടെ കോടതി കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ നിയമം കൺസിഡർ ചെയ്യും. എന്താണ് ഈ ബോണഫൈഡ് യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെന്യൂനായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലാതെ ഒരു ബിസിനസ് ആരംഭിക്കുന്നു. ആ ബിസിനസ്സിന് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ഇടുന്നത്. നിങ്ങളുടെ പേരിട്ടോ. ലോകത്തിൽ ഒരു രവി മാത്രമേ ഉള്ളത്, പല രവിമാരുണ്ട്. അപ്പം മറ്റൊരു രവി ആളുടെ പേര് തന്നെ ആളുടെ സ്ഥാപനത്തിന് ഇടുന്നു. എന്താണ് തെറ്റ്? തെറ്റൊന്നുമില്ല. സോ ഈ ഒരു സാഹചര്യത്തിലും മറ്റൊരു പാർട്ടിക്ക് ഇതേ പേരിൽ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും. ഇത് പറയുന്നത് ട്രേഡ് മാർക്ക് നിയമത്തിലെ സെക്ഷൻ 35 ബോണഫൈഡ് യൂസ് ഓഫ് പേഴ്സണൽ നെയിം ഈസ് അലൗഡ്. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കൊണ്ടുള്ള ആ ഒരു കോർ എസെൻസ് ഉണ്ടല്ലോ, ആ ഒരു മോണോപോളി, ആ ഒരു എക്സ്ക്ലൂസീവ് യൂസേജ്, മറ്റാർക്കും യൂസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾക്ക് മാത്രം ആ ബ്രാൻഡ് യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ആ ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ്സ്,
അത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെ യുണീക്ക് ആയിട്ടുള്ള, വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, ഈ ജനറിക് അല്ലാത്ത, ഡിസ്ക്രിപ്റ്റീവ് അല്ലാത്ത, പൊതുവെ നമ്മൾ എല്ലാവരുടെയും കണ്ട് ശീലിച്ചിട്ടുള്ള പേരുകളല്ലാതെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിംസ് എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡ്സും തോന്നിപ്പിക്കുന്ന ബ്രാൻഡുകളും കോപ്പി കാറ്റ് ബ്രാൻഡുകളും മാർക്കറ്റിൽ ധാരാളം വരും. മറ്റൊരു വിഷയമായിട്ട് വരാം. അതുവരെ സിജുരാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.